നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന നേതാവിന് പലയിടത്തു നിന്നും പണി വരാം. എന്നാൽ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ പണി വന്നാൽ എന്തു ചെയ്യാനാ? പറഞ്ഞു വരുന്നത് ദിവ്യാസിനെ കുറിച്ചും കോൺഗ്രസുകാരുടെ കണ്ണിലുണ്ണിയുമായ ശബരിനാഥിനെ കുറിച്ചുമാണ്. ദിവ്യ തൊടുന്നതൊക്കെ ശബരിക്ക് പാരയായി മാറുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായ ഈ IAS ഉദ്യോഗസ്ഥ സകല അധികാര പരിധികളും ലംഘിച്ച് നടത്തുന്ന ഇടപെടലുകളും ഭരണപക്ഷത്തെ പുകഴ്ത്തുന്നതുമാണ് കോൺഗ്രസ് പ്രവർത്തകരെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അതായത് ഒരു രണ്ടാംകിട യൂട്യൂബറുടെ നിലവാരത്തിലേക്ക് ഈ IAS ഉദ്യോഗസ്ഥ പലപ്പോഴും തരം താഴ്ന്നു എന്നത് സമീപകാലത്തെ ഇവരുടെ പ്രവർത്തികൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇവിടെ ശബരിനാഥിന് വെല്ലുവിളിയാകുന്നത് മുഖ്യമന്ത്രിയോടും മറ്റു ചില മന്ത്രിമാരോടും ഇടതുപക്ഷത്തോടുമുള്ള ദിവ്യ എസ് അയ്യരുടെ അതിരുവിട്ട സമീപനവും പുകഴ്ത്തലുമാണ്. കേരളത്തിൽ എന്നല്ല, രാജ്യത്ത് തന്നെ സർവീസിലുള്ള ഒരു IAS ഓഫീസറും ചെയ്യാത്ത പ്രവർത്തികളാണ് ദിവ്യ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇടത് സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ മുദ്രാഗാനം ദിവ്യ ആലപിച്ചതും കോൺഗ്രസ് പ്രവർത്തകരെ ചില്ലറയൊന്നും അല്ല ചൊടിപ്പിച്ചത്. കോൺഗ്രസ് നേതാവിന്റെ ഭാര്യ സർക്കാരിനെ സ്തുതിച്ചു പാടുന്നത് ചില ഇടതുപക്ഷ പ്രൊഫൈലുകൾ കോൺഗ്രസുകാരെ ട്രോളാനായി ഉപയോഗപ്പെടുത്തിയപ്പോൾ പാർട്ടിക്ക് അകത്ത് വെട്ടിലായിരിക്കുന്നത് ശരിക്കും ശബരിനാഥാണ്. ദിവ്യ എസ് അയ്യരേക്കാൾ മികച്ച രീതിയിൽ പാടാൻ ശേഷിയുള്ള ഹരിതയെ പോലുള്ള IAS ഓഫീസർമാർ ഇത്തരം പ്രീണനത്തിന് നിന്നുകൊടുക്കാതെ IASകാരുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചപ്പോൾ ദിവ്യ അങ്ങോട്ട് ചെന്ന് താല്പര്യമെടുത്ത് പാടുകയാണ് ഉണ്ടായതെന്നാണ് വിവരം. ഇത്തരം ഒരു നിലപാടിലേക്ക് അവർ പോയതിന് പിന്നിൽ വ്യക്തിപരമായ താല്പര്യങ്ങളാണ് എന്നതാണ് റിപ്പോർട്ട്. കോൺഗ്രസ് പ്രവർത്തകർ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അതായത് ദിവ്യയ്ക്ക് എതിരായി വരാൻ സാധ്യതയുള്ള നടപടികൾ ചെറുക്കാൻ സർക്കാരിന്റെ ഒരു കൈ സഹായം അവർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് പരക്കുന്ന ഒരു കരക്കമ്പി. ദിവ്യ എസ് അയ്യർക്ക് എതിരായ 2 പരാതികളാണ് നിലവിൽ സർക്കാരിന്റെ പരിഗണനയിലുള്ളത്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന KK രാഗേഷ് CPM ജില്ലാ സെക്രട്ടറി ആയി പോയപ്പോൾ കർണന് പോലും അസൂയ തോന്നുന്ന KKR കവചം എന്ന് ചൂണ്ടിക്കാട്ടി ദിവ്യ ഇൻസ്റ്റാഗ്രാമിലിട്ട പോസ്റ്റ് അന്ന് തുടങ്ങിയതാണ് ദിവ്യയുടെ കണ്ടകശനി. രണ്ടാമത്തേത് തിരുവനന്തപുരത്തെ സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകിയത് സംബന്ധമായ വിജിലൻസ് മുമ്പിനാകെയുള്ള പരാതി. ഇതിൽ ആദ്യത്തെ പരാതിയിൽ സർക്കാർ നടപടിയെടുക്കാതെ ഒഴിവാക്കിയാലും രണ്ടാമത്തെ പരാതിയിൽ സർക്കാർ വിചാരിച്ചാൽ പോലും ദിവ്യയ്ക്ക് ഇനി നടപടിയിൽ നിന്നും രക്ഷപ്പെടാൻ സാധ്യതയില്ല. കാരണം ഭൂമി പതിച്ചു നൽകിയ സംഭവത്തിൽ 2 IAS ഓഫീസർമാരുടെ റിപ്പോർട്ടുകളും ദിവ്യയ്ക്ക് എതിരാണ്. വർക്കല ഐരൂർ വില്ലേജിൽ സ്വകാര്യ വ്യക്തി കൈവശം വെച്ചിരുന്ന 27 സെന്റ് ഭൂമിയാണ് സബ് കളക്ടർ ആയിരിക്കെ ദിവ്യ സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകിയിരിക്കുന്നത്. പുറമ്പോക്കാണെന്നു കണ്ടെത്തിയ വർക്കല തഹസിൽദാർമാർ ഏറ്റെടുത്തിരുന്ന ഭൂമിയാണ് സ്വകാര്യ വ്യക്തിയുടെ മാത്രം വാദം കേട്ട ശേഷം ദിവ്യ പതിച്ചു നൽകിയത്. ഈ സംഭവത്തിൽ സബ് കളക്ടർക്ക് എതിരെ ആദ്യം നടപടി ആവശ്യപ്പെട്ടത് CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ്. അന്ന് വർക്കല MLA ആയിരുന്ന V ജോയി ഇതു സംബന്ധമായി സർക്കാരിന് പരാതി നൽകുകയും ചെയ്തു. തുടർന്ന് ഇതു സംബന്ധമായി ജില്ലാ കളക്ടർ ലാൻഡ് റവന്യൂ കമ്മീഷണർക്കും നൽകിയ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഭൂമി പതിച്ചു നൽകിയ നടപടി റദ്ദാക്കുകയും ദിവ്യ എസ് അയ്യരെ സർക്കാർ സ്ഥലം മാറ്റുകയും ചെയ്തു. ദിവ്യ എസ് അയ്യരുടെ സസ്പെൻഷൻ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അത് സംഭവിച്ചിരുന്നില്ല. അന്നു മുതലാണ് ദിവ്യ എസ് അയ്യർ ഇടതോട്ട് ചാഞ്ഞത്. അന്ന് വരെ സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ചാനൽ ചർച്ചകളിൽ കടന്നാക്രമിച്ചിരുന്ന ശബരിനാഥിന്റെ വീറും വാശിയും ചോർന്നുപോയതും ഈ സന്ദർഭം മുതലാണ്. ഭൂമി പതിച്ചു നൽകിയ സംഭവത്തിൽ അന്നത്തെ ജില്ലാ കളക്ടർ വാസുകിയും ലാൻഡ് റവന്യൂ കമ്മീഷണറും നൽകിയ റിപ്പോർട്ടുകൾ മുൻനിർത്തി ദിവ്യ എസ് അയ്യർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് അഡ്വക്കേറ്റ് ഷാജഹാൻ വിജിലൻസ് ഡയറക്ടറിന് നൽകിയ പരാതിയിലും ആവശ്യപ്പെടുന്നുണ്ട്. വിവാദ ഭൂമി ഇടപാട് സർക്കാർ റദ്ദാക്കിയെങ്കിലും തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ ലാൻഡ് റവന്യൂ കമ്മീഷണറുടെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തേണ്ടി വരുമെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അതല്ലെങ്കിൽ കോടതി ഇടപെടൽ വരെ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അരുവിക്കരയിൽ ഇനി ശബരിനാഥനെ മത്സരിപ്പിച്ചാൽ പാഠം പഠിപ്പിക്കുമെന്ന മുന്നറിയിപ്പും കോൺഗ്രസ് പ്രവർത്തകർ നേതൃത്വത്തിൽ നൽകിയിട്ടുണ്ട്. KK രാഗേഷിനെ പ്രശംസിച്ചത് വിവാദമായിട്ടു പോലും അതൊന്നും തന്നെ വകവയ്ക്കാതെ വിപ്ലവഗാനങ്ങളുടെ മോഡലിൽ സർക്കാർ അനുകൂല പാട്ടുപാടിയ ദിവ്യയുടെ നടപടി ധിക്കാരം മാത്രമല്ല, പ്രതിപക്ഷത്തോടുള്ള വെല്ലുവിളിയാണ് എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ വിലയിരുത്തൽ. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ?
യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.